പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ജന്തർ മന്ദിറിന് മുമ്പിലുള്ള സമരം അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു പട്ടമാണ് രാജ്യവിരുദ്ധർ. രാജ്യവിരുദ്ധർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. അഭിമാനത്തോടു കൂടി പറയട്ടെ, രാജ്യസ്നേഹിക്കൊപ്പം നിൽക്കുന്നതിനെക്കാട്ടിലും മികച്ച ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധനായിട്ടുള്ള സോനം വാങ്ചുക്കിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഈ സമരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വേണ്ട രീതിയിലുള്ള പിന്തുണ അതിനിപ്പോഴും ലഭിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത്? അദ്ദേഹം ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലെ പ്രശ്നത്തെക്കുറിച്ചാണ്. ഈ നാട്ടിലെ സംഘികൾക്ക് ബോധമില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വലിയ ദുഃഖമുണ്ട്. 1996 ജമ്മു കാശ്മീരിൽ അന്നത്തെ ഗവർണർ ഇദ്ദേഹത്തിന് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മെഡൽ സമ്മാനിക്കുകയുണ്ടായി, ഗോൾഡ് മെഡൽ. അതുകൂടാതെ ഏതാണ്ട് 16ഓളം വരുന്ന മെഡലുകൾ ഇദ്ദേഹത്തിന് പലപ്പോഴും നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിലൊരെണ്ണം രമൺ മഗ്സാസ് അവാർഡാണ്, എന്ന് പറഞ്ഞാൽ ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന അവാർഡാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന വളരെ കുറഞ്ഞ ലിറ്ററസി, സാക്ഷരതയിൽ നിന്നും അവിടുത്തെ ജമ്മു കാശ്മീരിൻ്റെയൊക്കെ വലിയ ഉയരങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ലഡാക്ക് മേഖലയൊക്കെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ഒരു പ്രത്യേക രീതി, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, എൻവയോൺമെൻറ്റലിസ്റ്റാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നിരവധി കണ്ടുപിടുത്തങ്ങൾ, ഇന്നോവേഷൻസ് അവിടെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് വെള്ളം സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ഷേപ്പിൽ, ഐസ് ക്യൂബ എന്ന് പറയുന്നത്, അതിലുണ്ടാക്കി എങ്ങനെയാണ് വെള്ളം സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹം പാകിസ്ഥാനിൽ പോവുകയും, പാകിസ്ഥാനിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ വെച്ച് നരേന്ദ്രമോദിയെ വളരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ ഒരു ഭക്തനെ പോലെയാണ് കണക്കൂട്ടിയിരുന്നത്. ഏറ്റവും ഒടുവിൽ ഗൗതം അറിയേണ്ടത്, മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ തീരുമാനിക്കുന്ന സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട്, അതായത് ലേ ലഡാക്കിലും അവിടെയും നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഇദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നുള്ള നിലക്ക്. അവിടെയെല്ലാം ജനങ്ങളുടെ ആവശ്യത്തിനാണ്, സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ ആവശ്യത്തിന് അദ്ദേഹം നിന്നതാണ്. അപ്പം തന്നെ ഇദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം വീണ്ടും രാജ്യദ്രോഹിയായി മാറിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിവിടെ ഭരണകൂടത്തിനെ എതിർക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പത്രമാണ് എന്നുള്ളത്, ഒരു മെഡലാണ് എന്നുള്ളത് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അതിനപ്പുറത്തേക്കുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഗൗതം പറഞ്ഞ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, സോനം വാങ്ചുക്കിൻ്റെ ഇതിന് ഈ പിന്തുണ ഏറുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ, നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ചിലപ്പോൾ ആളുകൾ പുറത്തിറങ്ങി തന്നെ പ്രതിഷേധിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ബ്രിട്ടനിൽ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലെടുത്ത് നോക്കിയാൽ, പുറത്തിറങ്ങിയുള്ള പ്രതിഷേധങ്ങളെ അല്ല അവർ ഭയക്കുന്നത്. പകരം ഈ പറയുന്ന പല തരത്തിലും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള അസംതൃപ്തി അവർക്ക് തിരിച്ചറിയാൻ കഴിയാറുണ്ട്. പല മാധ്യമങ്ങളും അതിനുവേണ്ടി സർവേ ഒക്കെ നടത്താറുണ്ട്. ഞാൻ വിചാരിക്കുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സർവേ നടത്തി നോക്കിയാൽ കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടും. ഇപ്പോൾ ഈ സോനം വാങ്ചുക്ക് യു ആർ എ സ്റ്റുപ്പിഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വലിയ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വൈറലായി ഓടുന്നത് അത് വളരെ നെഗറ്റീവാണ്, സോനം വാങ്ചുക്കിനെതിരാണ് നമുക്ക് ആദ്യം തോന്നാമെങ്കിൽ പോലും പിന്നീട് പറഞ്ഞേക്കുന്നത്, ഈ രാജ്യത്ത് ഇങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല, ഇവിടെ കള്ളന്മാർക്കും അതുപോലെ തന്നെ വൃത്തികെട്ടവന്മാർക്കും ഒക്കെയാണ് വലിയ നേട്ടം കിട്ടുന്നത് എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സൈലൻ്റ് ആയിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പിന്തുണ കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ നാഷണൽ മീഡിയയും ലോക്കൽ മീഡിയയും ഗോദി മീഡിയയും ഒക്കെ അതിനെ അവഗണിക്കുന്നതാണ്. പ്രത്യേകിച്ചും അത് CJPയുടെ ഒരു പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ട്. കാരണം CJP അവിടെ ജന്തർ മന്ദറിൽ നടത്തിയിട്ടുള്ളൊരു പ്രതിഷേധം, അവരുടെ ആദ്യത്തെ പ്രതിഷേധത്തെ തന്നെ ഒരൊറ്റ മാധ്യമം പോലും കവർ ചെയ്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിലേക്കാണ് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ 20ാമത്തെ ദിവസമാണെന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ അവസ്ഥ മോശമായിട്ടുണ്ട്. പവൻ ഖേര എന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതാവ്, കൂടാതെ നിരവധി ആളുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, 2024 BJPക്ക് 60 സീറ്റ് കുറയും എന്നാർക്കും മനസ്സിലായില്ല. പക്ഷെ കുറഞ്ഞു. അവരുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾക്ക് കുറവുണ്ടായി. അപ്പോൾ അത് രണ്ടിൽ നിന്നും ഒരു തിരിച്ചടി ആ സമയത്ത് തന്നെ ഉണ്ടായി. മോദി ബ്രാൻഡിങ്ങിന്, വലിയ ഇമേജിന് വലിയ ഇടിവ് പറ്റിയൊരു സമയമാണ്. ആ സമയം പോലെ തന്നെ ഇപ്പോഴും മോദിക്കൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മോദിയും സംഘപരിവാറും BJP ഒക്കെ മനസ്സിലാക്കണം. അവർ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. കാരണം ഒറ്റ ആഴ്ച കൊണ്ടിട്ട് എങ്ങനെയാണ് CJP ഫോം ചെയ്തു വന്നതാണ്, പുറത്തുനിന്നുള്ള ആളുകളാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഈ 2 കോടി ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലായല്ലോ. അതായത് 2 കോടി ജനങ്ങളെ ഒറ്റടിക്കൊന്നും സ്വാധീനിക്കാൻ കഴിയില്ല. ഇപ്പോൾ 2 കോടി ജനങ്ങളിൽ വരുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് ഒറ്റ ദിവസങ്ങൾ കൊണ്ട് 3 ഇരട്ടിയായി, BJPയേക്കാൾ 3 ഇരട്ടിയാവുകയും കോൺഗ്രസിനേക്കാൾ 2 ഇരട്ടിയാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ളൊരു വേവ് ഇവിടെ ഉണ്ട്. 2024 ലോക്സഭയിൽ നമ്മളിത് കണ്ടിരുന്നു.
ധ്രുവ് റാത്തിയും ആകാശ് ബാനർജിയും രവീഷ് കുമാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് 60 സീറ്റുകൾ കുറഞ്ഞു പോയത് എന്നുള്ളത്, 63 സീറ്റുകൾ കുറഞ്ഞത് എന്നുള്ളത് BJP മറക്കണ്ട. അതുകൊണ്ട് ഇതങ്ങോട്ട് വെറുതെ സംഭവിച്ചോളും, കുഴപ്പമൊന്നുമില്ല, വലിയ സപ്പോർട്ടൊന്നുമില്ല എന്നൊന്നും വിചാരിക്കാനില്ല. ഒരു മിഡിൽ ക്ലാസ് വളരെ വളരെ അസംതൃപ്തരാണ്. തൊഴിലില്ലായ്മയുണ്ട്, പരീക്ഷകൾ കൃത്യമായി നടത്തിയിട്ടില്ല. ആ പരീക്ഷകൾ നടത്താത്തതിന് ആരും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പം അടുത്ത റീഷഫിളിൽ അദ്ദേഹത്തെ ആ മന്ത്രാലയത്തിൽ നിന്ന് ഒഴിവാക്കുമായിരിക്കും. അതുവരെ ഗവൺമെന്റ് മസൽ പിടിച്ച് നിൽക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് വാങ്ചുങ് കുറച്ച് മുമ്പ് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിന്റെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. അതിനെ ഇദ്ദേഹത്തിന് നൽകാൻ പറ്റിയ നിർദ്ദേശങ്ങളൊക്കെ നൽകി. ആ സമയത്തുള്ള ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അന്ന് സുഹൃത്തുക്കളാണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാനിലും ചില പരിപാടികൾക്കും പോയി അദ്ദേഹം വാനോളം മോദിയെ പുകഴ്ത്തുകയും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മോദി ഫോളോവറായും സപ്പോർട്ടറായിട്ടും അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ ഗൗതം നേരത്തെ ചോദിച്ച ചോദ്യം, വേണ്ടത്ര സപ്പോർട്ട് പലപ്പോഴും പല പ്രമുഖരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ഈ ഒരു സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ BJP തന്നെ നിയോഗിച്ചതാണോ, ചാരനാണോ, CJP തന്നെ നിയോഗിച്ചതാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതൊക്കെ സംഭവിക്കുമ്പോഴും മഹാരാഷ്ട്രയിൽ ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ എഡ്യൂക്കേഷൻ റിഫോംസിന്റെ സമിതിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അത് ആര് തീരുമാനിച്ചതാണ്? അത് BJP ലെഡ് ഗവൺമെന്റ് തീരുമാനിച്ചതാണ്. അപ്പൊ അതിനു മുൻപ് അദ്ദേഹം NEPയെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഗവൺമെന്റ് നിരവധി നടപടികളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യുക്തി ഇവിടെ ഉപയോഗിക്കാം. രാജ്യവിരുദ്ധൻ എന്തിനാണ് ഇതിലൊക്കെ നിയോഗിച്ചത് BJP? അല്ല, രാജ്യവിരുദ്ധർ എന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. BJPക്ക് അറിയാവുന്ന ഒരു കാര്യം, അത് പ്രയോഗിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇപ്പം ഈ CJP പോലും BJPയുടെ ഉൽപ്പന്നമാണ്, RSSന്റെ സംഘപരിവാറിന്റെ ഉൽപ്പന്നമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രഷർ വാൽവ് പോലെ, അതായത് ഒരു ഹൈ പ്രഷർ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, വലിയ അസംതൃപ്തി ഉണ്ടാകുന്നു, മോദി ഭരണകൂടം വലിയ പരിങ്ങലിലാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് ഈ പ്രഷർ വാൽവ് പോലെ ഒന്ന് മയപ്പെടുത്താനായിട്ട് ഒരു സമ്മർദ്ദമായിട്ട് അതിന് ഉപയോഗിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ നമ്പറും കൂടുതലാണ്. അതുകൊണ്ടാണ് ഗൗതം നേരത്തെ ചോദിച്ച പോലെ ഈ പ്രമുഖരായിട്ടുള്ള പലരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അവരും കൂടി സപ്പോർട്ട് ചെയ്യുമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമായി ഇത് വളരുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വളർന്നാലും ഇല്ലെങ്കിലും ഇവിടെ പരീക്ഷകൾ നടത്താൻ കഴിയാത്ത, ശരിക്കും പറഞ്ഞാൽ മോദിയുടെ ഒരു ഇമേജ് എന്തായിരുന്നു? വളരെ എഫിഷ്യൻ്റായ, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ആ ഇമേജിൽ നിന്ന് മോദി 2019 കഴിഞ്ഞ് 24 വരുമ്പോൾ തന്നെ പുറകിലോട്ട് പോയി. 24 കഴിഞ്ഞപ്പോൾ 26 ആകുമ്പോഴത്തേക്കും അത് വീണ്ടും തകർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി വേണ്ട പിന്തുണ നൽകുന്നില്ല. അല്ല, രാഹുൽ ഗാന്ധി പലപ്പോഴും കാണാൻ തന്നെ ഇല്ല രാഹുൽ ഗാന്ധി. അല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസിൽ ഇപ്പോൾ ഈ വിഷയമല്ല, ഈ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഈ അയോധ്യയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ആഞ്ഞടിക്കാത്തത്, എന്തുകൊണ്ടാണ് പ്രസംഗിക്കാത്തത്, രാഹുൽ ഗാന്ധി എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ നിരവധി പേർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വാസ്തവമുണ്ട്. രാഹുൽ ഗാന്ധി ഒരിക്കലും ഒരു കൺസിസ്റ്റൻസി കാണിച്ചിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് നമുക്കറിയാലോ. ഇപ്പം ഒരു മണിക്കൂർ ദിവസങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് 4-5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയും അതിൽ 25 ലക്ഷം പേര് വോളണ്ടിയർമാരായി അംഗത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തായി എന്ന് നമുക്കറിയാൻ പാടില്ല. പിന്നെ അദ്ദേഹം ആകെ എക്സ്പോസ്റ്റ് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ്. ദ ബിഗർ തെഫ്റ്റ് വിൽ ഗെറ്റ് ബിഗർ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്യാണ് ഇത്. ബിഗ് തെഫ്റ്റ് വിൽ ഗെറ്റ് ബിഗർ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാണ് ഇത്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത ദിവസം കേരളത്തിലും അത് സംഭവിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലേക്ക് എത്തിച്ചപ്പോൾ അത് തകർന്നു. പിന്നീട് അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും ആ കൺസിസ്റ്റൻസി പ്രശ്നം. ഇതിലിപ്പോ എന്താണ്, ഇപ്പോ എഴുത്തുകാരനും കോളമിസ്റ്റൊക്കെ ആയിട്ടുള്ള CR പരമേശ്വരൻ ഈ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. അതിന്റെ ഒരു ഏതാനും വരി ഒന്ന് വായിക്കാം. സംഘികൾ വടക്ക് ക്ഷേത്രങ്ങളൊക്കെ മുഹമ്മദ് ഗസ്നിയെ പോലെയും ഘോറിയെ പോലെയും കൊള്ളയടിക്കുമ്പോൾ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി 2 മാസമായി വിദേശത്ത് അജ്ഞാതവാസത്തിലാണ്. വെറുതെയല്ല മോദിയുടെയും അമിത്ഷായുടെയും പൂജാമുറിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വലിയ പ്രാധാന്യത്തോടെ നിത്യാരാധനയ്ക്കായി വെച്ചിട്ടുള്ളത്. അല്ല, അത്രയും കടുത്തൊരു വിമർശനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്തിനാണ് പോയത്, എവിടെയാണ്, എന്താണെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഇനി ആളുകൾക്ക് അസുഖങ്ങൾ വരാം, ബാക്കിയുള്ള കാര്യങ്ങൾ വരാം. ഇപ്പോൾ സോണിയാഗാന്ധിയൊക്കെ അങ്ങനെ അസുഖമായി മാറിയെന്ന പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ആദ്യം വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അദ്ദേഹത്തിന് പലപ്പോഴും ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ്ലി ഇടപെടേണ്ട ഒരു പെർസ്വറൻസ് കാണിക്കേണ്ട ഒരു രംഗമാണിത് എന്ന് പറയുന്ന ബോധ്യം പലപ്പോഴും
വന്നിട്ടില്ല, അത്രത്തോളം മെച്യൂരിറ്റിയിലെ അതൊക്കെ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ അദ്ദേഹം കേൾക്കേണ്ടി വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അടിസ്ഥാനപരമായി സംഘപരിവാറിനെയും BJPയും തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ അയോധ്യയിലെ കൊള്ള എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല, നിങ്ങൾ രാജ്യം മുഴുവൻ അവർ തെറ്റിദ്ധരിച്ചതാണ്, അവർ വിശ്വാസികളുടെ പേര് പറഞ്ഞ് വോട്ട് നേടിയതാണ്, അങ്ങനെ അധികാരമെത്തൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയേണ്ട ഒരാളാണ് രാഹുൽ ഗാന്ധി. പക്ഷെ അദ്ദേഹം വൈ ഈസ് കീപ്പിംഗ് സൈലൻസ് എന്ന് നമുക്കറിയില്ല. രാഹുൽ ഗാന്ധി RSS ചാരനാണോ? അല്ല, രാഹുൽ ഗാന്ധി RSS ചാരനൊന്നുമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇന്നെഫിഷ്യൻസി കുറേ കാര്യങ്ങളിലുണ്ട്. അല്ല, അത് ഭയമാണ് സാറേ മിണ്ടാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിന്ദു വിരുദ്ധനാക്കും. ഭയമൊന്നുമല്ല മിണ്ടാത്തത്. അദ്ദേഹം അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട്. ഇപ്പൊ അല്ല, രാമന് വേണ്ടി അദ്ദേഹം പടക്കളത്തിലേക്ക് ഇറങ്ങുകയും രാമനെ രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്താൽ എങ്ങനെ ഹിന്ദു വിരുദ്ധനാക്കും? അത് നടക്കുന്ന കാര്യമല്ല, പഴയ പോലെയുള്ള കാര്യമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനൊട്ടും ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം പലപ്പോഴും ഒരു വലിയ ഇനീഷ്യേറ്റീവുകൾ എടുക്കുകയും പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ഇട്ട് കളയുകയും ആ ക്യാമ്പയിൻ എവിടെ എത്തിക്കണമെന്നറിയാതെ ഉള്ളുകയും ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ നയിക്കുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിൽ വലിയ പാളിച്ചകളുണ്ട്. ഇപ്പോൾ വോട്ട് ചോരി വലിയ ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 2 പത്രസമ്മേളനം നടത്തി അതിഗംഭീരമായി പെർഫോം ചെയ്തു. പക്ഷേ അതിനുശേഷം അത് ഇട്ട് കളഞ്ഞു. സാർ ഇങ്ങനെ ഒരു സംശയം ആലോചിക്കുന്നുണ്ടോ? അതായത് രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിന് യഥാർത്ഥ പ്രോമിനൻസ് കൊടുക്കാതിരിക്കാനായിട്ട് മറ്റൊരു പ്രതിപക്ഷത്തെ നിർമ്മിക്കുക, അതാണോ സോനം വാങ്ചുക്കും CJP? അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഇനി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രതിപക്ഷം നിർമ്മിക്കാം, അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കാം. BJP അതുപോലെയുള്ള പല തന്ത്രങ്ങളൊക്കെ പയറ്റാം. കാരണം തങ്ങൾക്ക് അധികാരത്തിൽ എത്താൻ കഴിയാത്ത പല സ്റ്റേറ്റുകളിലും ഇതുപോലെ പ്രോക്സികളൊക്കെ തന്നെ BJP നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ ആം ആദ്മി പാർട്ടിയെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കാണുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു പ്രതിപക്ഷമാണ്. അതായത് അവരുടെ ഏറാൻ മൂളികളാകുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്തരം തന്ത്രങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്, നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ലല്ലോ ഗൗതം. ഇപ്പോൾ BJP നിങ്ങൾ കൂടി നമ്മളോട് സഹകരിക്കണമെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റില്ല. പകരം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ, നമ്മൾ വളരെ അഗ്രസീവായി വളരെ സ്ട്രോങ് ആയി നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ രാഹുൽ ഗാന്ധി നിൽക്കാത്തതാണ് CJPയുടെയൊക്കെ വളർച്ചയ്ക്ക് ഒരു കാരണം കൂടി. CJP വിഴുങ്ങുന്നത് BJP ആയിരിക്കും എന്ന് പറഞ്ഞാൽ BJPന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഇരട്ടിയായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടിയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസംതൃപ്തികളെ പലപ്പോഴും എൻകാഷ് ചെയ്യുന്നതിൽ, അവരെ കൂടെ നിർത്തുന്നതിൽ, അവരുടെ പ്രയോജനം ലഭിക്കുന്നതിൽ, അവരെ കോൺഗ്രസിനെ അടുപ്പിക്കുന്നതിൽ വലിയ പാളിച്ച കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അത് സംഭവിക്കുന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ അവരിങ്ങനെ ആളെ നിയോഗിച്ചിട്ടായിരിക്കും എന്ന് പരാതി പറയുന്നതിലും അർത്ഥമില്ലല്ലോ. ഇന്നിപ്പോൾ പാർലമെന്റ് സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാകുമ്പം തട്ടിക്കളയുമല്ലോ. മന്ത്രിസഭാ പുനഃസംഘടന ഉറപ്പായിട്ടും ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് BJP തയ്യാറെടുക്കുന്ന ഒരു ലിസ്റ്റുകൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭാ പുനഃസംഘടന എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധർമ്മേന്ദ്ര പ്രധാനെ കൂടി മാറ്റുന്നത് ചിലപ്പോൾ മറ്റു മന്ത്രാലയങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി ചുമതല ഏൽപ്പിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ധർമ്മേന്ദ്ര പ്രധാൻ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. കാരണം ഹരിയാന ഇലക്ഷൻ കൺട്രോൾ ചെയ്ത അദ്ദേഹമാണ്, ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. വളരെ കൃത്യമായി BJPക്ക് വേണ്ടി ഒരു ഇലക്ഷൻ സ്ട്രാറ്റജികൾ നടപ്പാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹം ഗംഭീരമായി നടപ്പിലാക്കാൻ കഴിയുന്ന മിടുക്കനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ പണിയാണ് കൂടുതൽ ചെയ്യാൻ ഇവർ അസൈൻ ചെയ്തിട്ടുള്ളത്. അതിനിടക്കൂടി പരീക്ഷ നടത്തുള്ളൊന്നും പുള്ളിയുടെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം സോനം വാങ്ചുകിനെ കാണാനായിട്ട് ജന്തർ മന്ദിറിൽ അരവിന്ദ് കെജ്രിവാൾ വന്നു. അദ്ദേഹം അവിടെ പറഞ്ഞത് അദ്ദേഹത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആക്കണം. ഞാനും കേട്ടു. അദ്ദേഹത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആക്കണം. വളരെ നല്ല ചോയ്സാണ് കേട്ടോ. കാരണം വലിയ കാഴ്ചപ്പാടുള്ള ഇദ്ദേഹം 9ാം സ്കൂളിൽ പോയിട്ടില്ല, സമാന്തര വിദ്യാഭ്യാസത്തിലൂടെ വളർന്ന ഒരാളാണ്. അല്ലാതെ പറഞ്ഞ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ്. വളരെ ഗംഭീരമായി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും സാധാരണ ഒരാൾക്കില്ലാത്ത രീതിയിലുള്ള വലിയ ഇന്നവേറ്റീവ് കൺസെപ്റ്റുകൾ അയാൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് അത് എന്ത് ചെയ്തെടുക്കണം എന്നുള്ള നിലക്ക് നിരവധി പുതിയ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തുകയും അത് ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാവുകയും അവിടത്തെയുള്ള സ്കൂൾ ശരിക്കും പറഞ്ഞാൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഏതാണ്ട് 70-80% വലിയ കുതിച്ചേട്ടം നടത്താനും ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമാണ്. അതുകൊണ്ട് അദ്ദേഹം വലിയ മികച്ച സംഘാടകനാണ്, വലിയ ഗംഭീരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഇതൊക്കെ അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ അതിൻ്റെ അടിത്തട്ടിൽ നമ്മൾ വായിക്കേണ്ടത് സോനം വാങ്ചുക്കിനെ ഒരിക്കലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. ആകെ നമ്മൾ വായിക്കേണ്ടത് ധർമ്മേന്ദ്ര പ്രധാനും ഇപ്പോഴത്തെ BJP ഗവൺമെന്റും കഴിവുകെട്ടവരാണ് എന്നുള്ളത് പറയുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തേക്കുന്നത്. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് രമോൺ മാക്സെ 2018 റോളക്സ് അവാർഡ്
ഫോർ എൻ്റർപ്രൈസ് 2016 ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫൗണ്ടറാണ് ഒരു സ്കൂളിൻ്റെ, റിഫോംഡ് ലഡാക്കിൽ സ്കൂൾ സിസ്റ്റത്തെ റിഫോം ചെയ്തു. ഇൻവെൻറ്റർ ഓഫ് ദ ഐസ് ട്യൂബയാണ്. പിന്നെ ഈ 3 Idiots'ലെ എഞ്ചിനീയർ ഉണ്ടല്ലോ, അതിലെ ഇൻസ്പിറേഷനൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റെസ്യൂം വെച്ചിട്ട് ലോകത്തുള്ള ഏത് രാജ്യത്ത് വേണമെങ്കിലും വലിയ ലക്ഷറിയിൽ വലിയ ശമ്പളത്തിൽ ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അത് കഴിയുന്ന ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം ഇവിടെ സമരം ഇരുന്നിട്ട് നിരാഹാരം ഇരിക്കുകയെന്ന് എന്തിൻ്റെ ആവശ്യം? അല്ല, ഗൗതത്തിന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ പല ഓഫറുകൾ പോലും കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം അദ്ദേഹം ഈ രമൺ മഗ്സാസ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു നോബൽ പ്രൈസ് എന്നൊക്കെ പറയുമല്ലോ, അത് പലപ്പോഴും അർഹിക്കാത്തവർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ അർഹിക്കുന്നവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സമാധാനത്തിനുള്ള നോബൽ പ്രൈസൊന്നും ഗാന്ധിജിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അർഹിക്കാത്ത ഇപ്പോൾ ഇസാഖ് റബീനും അതുപോലെ യാസർ അറാഫത്തിനും ഒക്കെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അതേസമയം രമൺ മഗ്സാസ് അവാർഡിൻ്റെ പ്രത്യേകത അത് കിട്ടിയവരെല്ലാവരും തന്നെ അർഹരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൗതം പറഞ്ഞതുപോലെ അദ്ദേഹം ഇതിനൊക്കെ ഉപരി അദ്ദേഹം വലിയൊരു എൻവയോൺമെൻ്റലിസ്റ്റാണ്. അത്തരം പഠനങ്ങൾ നടത്താൻ ഗംഭീരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റ് നിരവധി ക്വാളിറ്റീസ്, ഏർപ്പെടുന്ന ഏത് പണിയിലും അദ്ദേഹം ഗംഭീരമായി ചെയ്യുന്ന ഒരാളാണ്. വളരെ ലളിതമായി ജീവിതം നയിക്കുന്ന ഒരാളാണ്. സ്വന്തം ജീവിതം ആ നാടിനു വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ അടക്കമാണ് കഴിഞ്ഞ തവണ അവിടെ സമരമുണ്ടായപ്പോൾ പോലീസ് എന്ത് ചെയ്തത്? പോലീസ് അദ്ദേഹം പറഞ്ഞു അവിടെ ചെറുപ്പക്കാർ കുറച്ച് ആവേശം കാണിച്ചു, അവരോട് അത്ര ആവേശം കാണിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? നിരാഹാര സമരം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അവിടെ ആ ലേ ലഡാക്കിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നവും അവിടെ ഒരു ഇൻഡസ്ട്രിയലൈസേഷനും അവിടെ ചില കുത്തകൾ കമ്പനികൾ വരുന്നതിനിലേക്ക് സമരം ചെയ്താണ്. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ്. ആ ആളെ ഈ മിനിഞ്ഞാന്ന് വരെ അങ്ങനെ അല്ലാതാവുകയും മിനിഞ്ഞാന്ന് വരെ യഥാർത്ഥത്തിൽ നമ്മൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അക്കാഡമിക് റിഫോംസിൻ്റെ സമിതിയിലെ പ്രമുഖനായിട്ടുള്ള മെമ്പറാക്കി വെക്കുകയും നമുക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ ഉടനെ തന്നെ രാജ്യവിരുദ്ധനാക്കുകയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ തമാശ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ക്രൂരത ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. സാറിന് വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ രാജ്യസ്നേഹി എന്നുള്ളതാണോ രാജ്യവിരുദ്ധൻ എന്ന പട്ടം കിട്ടാനാണോ? അല്ല, ഞാൻ രാജ്യസ്നേഹി എന്നാണെന്നുള്ളത് എനിക്കറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ രാജ്യസ്നേഹിയേക്കാൾ ഉപരി ഞാൻ മനുഷ്യസ്നേഹിയാണ്. കാരണം രാജ്യങ്ങൾ തമ്മിൽ വലിയ അതിർത്തികളൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്. നേരത്തെ കൊച്ചി രാജ്യവും തിരുവനന്തപുരം വേറെ രാജ്യവും മലബാർ വേറെ രാജ്യവുമായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വെറുക്കണോ? അപ്പോൾ അതൊന്നുമല്ല, ഇനി രാജ്യങ്ങളൊക്കെ ഇല്ലാതാവും. ഇപ്പോൾ യൂറോപ്പിൽ ഷെങ്കൻ വിസ കൊണ്ട് 28 രാജ്യങ്ങളിൽ ഒരുമിച്ച് സഞ്ചരിക്കാം. രാജ്യങ്ങളുടെ അതിർത്തികളൊക്കെ പതുക്കെ അലിഞ്ഞില്ലാതാവുകയും യുദ്ധങ്ങളില്ലാതാവുകയും ഒക്കെ ചെയ്യും. ഈ ഇന്ത്യ തന്നെ ആയിരക്കണക്കിന് രാജ്യങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തവരെ രാജ്യവിരുദ്ധൻ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. അല്ല, അതൊക്കെ ഓരോരുത്തർക്കും രാജ്യവിരുദ്ധരാക്കാമല്ലോ. രാജ്യവിരുദ്ധരെന്ന് പറയുന്നത് വലിയൊരു ടേമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കൂടിയാണ് രാജ്യവിരുദ്ധരെ തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ രാജ്യവിരുദ്ധർ ഒരാൾ ഭരിക്കുമ്പോൾ രാജ്യവിരുദ്ധനാവുകയും ഒരാൾ ഭരണം മാറുമ്പോൾ അവൻ രാജ്യത്തെ ഹീറോയായി മാറുകയൊക്കെ എന്ത് ചെയ്യും. മനസ്സിലായോ? അതിപ്പോൾ റഷ്യയിൽ വിപ്ലവം ഉണ്ടായപ്പോഴും മറ്റു പല സ്ഥലങ്ങളിൽ വിപ്ലവം ഉണ്ടായപ്പോഴും ആദ്യം ഈ വിപ്ലവം ഉണ്ടാക്കിയ നായകന്മാർ രാജ്യവിരുദ്ധരായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? അവർ രാജ്യത്തെ നായകന്മാരായി മാറി. പറയുന്നത് സോനം വാങ്ചും BJPയുടെ പ്രോക്സിയാണെന്നാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പ്രോക്സിയാണെന്ന്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം സ്വന്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഞാനിതുവരെ അദ്ദേഹത്തെ വായിച്ചതിൽ നിന്നും പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു സംശയം ആളുകളിൽ ഉണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എന്താണെങ്കിലും ശരിയെന്ന് ഞാൻ പറയുന്നത്, ഒരാൾ അങ്ങനെ പ്രോക്സിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ അയാളുടെ ഒപ്പം ആളുകൾ കൂടിച്ചേർന്ന് ഇതൊരു റിയൽ കോസ് അല്ലേ, ഒരു യഥാർത്ഥ കാരണമല്ലേ, ആ കാരണത്തിന് വേണ്ടി നമ്മൾ അയാളുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? ഇനി അയാൾ നാളെ ഇതിനെ ചതിച്ചിട്ട് പോവുകയാണെങ്കിൽ വേറെ നേതൃത്വം ഏറ്റെടുത്താൽ പോരെ. അല്ലാതെ ഇത് ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ മൊത്തമായിട്ട് പുള്ളി മറ്റേ ബാങ്ക് അക്കൗണ്ടിലെ പണം പോലെയോ ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് പോലെയോ ബുക്ക് പോലെയോ ഒന്നും അല്ല പുള്ളിക്ക് എടുത്തിട്ട് പോകാൻ കഴിയില്ലല്ലോ. ആളുകളുടെ മനസ്സല്ലേ ഗോതം. ആ ആളുകളുടെ മനസ്സ് വേറെ ആളുകൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ താൽക്കാലികമായിട്ട് അടക്കാം അല്ലെങ്കിൽ ഇതിനെ പിടിച്ചു നിർത്താമെന്നൊക്കെ വിചാരിച്ച ഒരു ചാറിനെ നിയമിച്ചുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യം ഇല്ല. അതൊക്കെ തോന്നലാണ്. അതുകൊണ്ട് അതൊക്കെ എന്താണെങ്കിലും ശരി, അവരുയർത്തുന്നൊരു കോസ്, അവരുയർത്തുന്നൊരു കാരണം അത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുക. അയാൾ അതിൽ നിന്ന് ചതിച്ച് പിന്മാറിയാൽ നാളെ ഇപ്പോൾ തൊഴിലാളി വർഗ നേതാക്കന്മാർ എത്ര പേര് ചതിച്ച് കമ്പനികളിലൊപ്പം പോയിട്ടുണ്ട്, അങ്ങനെ പോയാൽ വേറെ ആരെങ്കിലും നേതാക്കന്മാർ അതിൽ നിന്ന് ഉയർന്ന് വരും. അല്ലാതെ അതിനോർത്ത് നമ്മൾ വറി ചെയ്യാനും ഇനി ആ ചാരനായിരിക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ സോനം വാങ്ചുക്കിനെ സംബന്ധിച്ച് അയാൾ അങ്ങനെ നിലപാടുകൾ എടുത്തപ്പോൾ തുറന്നു പറയുകയും കൃത്യമായി നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം ആരെങ്കിലും ചതിച്ചു എന്നോ അതുകൊണ്ട് എന്തെങ്കിലും വലിയ സമ്പാദ്യം ഉണ്ടാക്കിയെന്നോ നമുക്ക് ഇതേവരെ അറിയില്ല. തീർച്ചയായിട്ടും എന്തായാലും രാജ്യവിരുദ്ധനായ സോനം വാങ്ചുക് ഒരു വലിയ രാജ്യസ്നേഹിയാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല ഇതുവരെ. അല്ലെങ്കിൽ അതർവൈസ് ഗവൺമെൻറ് ഷുഡ് പ്രൂവ് ഇല്ലേ. അല്ലാതെ
മറ്റേ അറസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാണ് പലരും. അല്ല, പ്രബീർ ബുർഗായസ്ഥനെ എടുത്ത് അകത്തിട്ട പോലെ അകത്തിട്ടതിന് ശേഷം പിന്നെ കോടതിയിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി പോരരുത്. ഗവൺമെൻറ് നമ്മളെ ബോധ്യപ്പെടുത്തണം. അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ഈ സമിതിയിൽ എന്ത് ചെയ്തത്? ധർമ്മേന്ദ്ര പ്രധാനായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ്? പല സമിതികളിലും ഇദ്ദേഹത്തെ എടുത്തു വെച്ചത്. അപ്പോൾ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരാൾക്കാണോ ഇത്തരത്തിലുള്ള രമൺ മഗ്സസ് അവാർഡും നാഷണൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള നിരവധി അവാർഡുകളും ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്? പിന്നെ നിങ്ങൾ രാജ്യദ്രോഹിയാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് സമയം കൊടുക്കുന്നത്? നിങ്ങൾ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ഗൗതം. അല്ല സാറേ, ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിന്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത്. അത് പക്ഷെ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യവിരുദ്ധരാണ്. ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യസ്നേഹിയും ആ പ്രവർത്തനം കൃത്യമായി ചെയ്യാത്തവൻ രാജ്യദ്രോഹിയുമാണ്. അതാണ് അതിൻ്റെ കറക്റ്റ്. അത് ജനം തിരിച്ചറിയുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ കയ്യിൽ പോലീസുണ്ട്, സൈന്യമുണ്ട്, അധികാരമുണ്ട്, എന്നിട്ട് ഞാൻ നിങ്ങളെ നോക്കി രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ പോലും പാടില്ല. കാരണം എന്താ? നിങ്ങളെ ഞാൻ രാവിലെ പിടിച്ച് തൂക്കി അകത്ത്. രാജ്യദ്രോഹി എന്നുള്ളത് നിലവിൽ ഒരു അഭിമാനകരമായിട്ടുള്ള അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അഭിമാനകരമായിട്ടുള്ള പട്ടമാണ് രാജ്യവിരുദ്ധർ എന്നുള്ളത്. അല്ല, അങ്ങനെ പട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടൊന്നും ഇതിനെ തടയാൻ പറ്റില്ലെന്നേ. അതൊക്കെ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരാളെ വിളിക്കുമ്പോൾ ശരിയാണ്, കുഴപ്പമുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ രണ്ടാമത്തെ ഒരാളെ വിളിക്കുമ്പോഴത്തേക്കും എന്താണ്? അത് തെറ്റാണെങ്കിൽ ജനം തിരിച്ചറിയും. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ ഓക്കെ ചിലപ്പോൾ ജനത്തിന് തോന്നും ശരിയായിരിക്കും എന്ന് തോന്നും. അപ്പം അതുപോലെ അല്ലല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം. അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ കാലം അതിന് മറുപടി പറയും. ഇപ്പോൾ പ്രബീർ മുരുകാസ്ഥാൻ അങ്ങനെ പിടിച്ചാണ് ജയിലിലിട്ടത്. കുറച്ച് കഴിയുമ്പോൾ കോടതി വെറുതെ വിട്ടു. അദ്ദേഹത്തിന് കുറച്ച് ശിക്ഷ വിധിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് മിസ്യൂസ് ആൻഡ് പോലെ ലോസ് ആണെന്ന് കൂടി പറഞ്ഞു. അപ്പം അതുപോലെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഏത് ഭരണകൂടമാണെങ്കിലും, ഞാൻ പറയുന്നത് എക്സോ വൈയോ ഇന്ത്യയോ UK എന്നൊന്നുമില്ല, ഏത് ഭരണകൂടമാണെങ്കിലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ചെമ്പ് തെളിയും. അതുകൊണ്ട് ഇതൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ രാജ്യദ്രോഹിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ താൽക്കാലികമാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, BJP പോലും ഒഫീഷ്യലി അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം രാജ്യദ്രോഹിയാണെന്നുള്ള കമൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പകരം ഒരു സ്മിയർ ക്യാമ്പയിൻ നടത്തുന്നു, മറ്റേ ചെറിയ ചെറിയ ആളുകൾ ഉപയോഗിച്ച്. അത്രേ ഉള്ളു. അതിലൊന്നും കാര്യമില്ല. അതിപ്പോൾ നാളെ ആരെ വേണമെങ്കിലും വിളിക്കാം, അതിലൊന്നും കഥയില്ല. അവർക്ക് ഇഷ്ടമല്ലാത്ത എന്ത് ചെയ്താലും ആരെ വേണമെങ്കിലും വിളിക്കാം. അല്ലാതെ BJP പോലും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പുള്ളി അയോധ്യ രാമ കൊള്ളയുണ്ടല്ലോ, രാമ സംഭാവന കൊള്ള, അതിനെപ്പോലും ന്യായീകരിക്കുന്നവരാണ് യഥാർത്ഥ രാജ്യവിരുദ്ധർ. അത് തീർച്ചയായിട്ടും, അതൊരു സംശയമില്ല. കാരണം ദൈവത്തെ കൊള്ളയടിക്കുന്നവർ പോലും അവർ വിശ്വാസികളുമല്ല, അവർ രാജ്യസ്നേഹികളുമല്ല.